ഇതാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന് കാണിച്ചുകൊണ്ട് പണി പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടം വിഷ്വലുകളിൽ പ്രചരിക്കുന്നില്ലേ? അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ഒരു ബ്ലോക്കാണ്. കഴിഞ്ഞ 4 വർഷമായി ഹൈക്കോടതിയിൽ കേസ് നടന്നു വന്നിരുന്ന ഒരു ബ്ലോക്കാണ്. നമസ്കാരം. കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ്. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? ചികിത്സാപരമായി, അടിസ്ഥാന സൗകര്യങ്ങളിൽ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പ്രചരണങ്ങൾ ചിലർ ബോധപൂർവ്വം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. ഈ ചുരുങ്ങിയ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയുക അസാധ്യമാണ്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ചുരുക്കം ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ഇത്. കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. 50 കുട്ടികളോടുകൂടി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് അനുമതി നൽകി. മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കി നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടത്. ഇതാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന് കാണിച്ചുകൊണ്ട് പണി പൂർത്തീകരിക്കാത്ത ഒരു കെട്ടിടം വിഷ്വലുകളിൽ പ്രചരിക്കുന്നില്ലേ? അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ഒരു ബ്ലോക്കാണ്. കഴിഞ്ഞ 4 വർഷമായി ഹൈക്കോടതിയിൽ കേസ് നടന്നു വന്നിരുന്ന ഒരു ബ്ലോക്കാണത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം വ്യവഹാരങ്ങളാൽ തടസ്സപ്പെട്ടു എങ്കിലും ഇതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഹോസ്റ്റലുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ എന്നിവ നിർമ്മിക്കുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു. UDFന്റെ കാലത്ത് ആരംഭിക്കാതിരിക്കുകയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചെങ്കിലും കോവിഡ് മൂലം പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്ത ആ കെട്ടിടത്തിന്റെ കരാറുകാരൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്തു. 2022 മുതൽ ഹൈക്കോടതിയിൽ കേസ് നടന്നു വന്നു. അതിന്റെ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും കേസായി. അങ്ങനെ ഏറ്റവും അവസാനം 2025 ഈ കേസ് അവസാനിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിലെ കേസ് പൂർത്തിയാകുന്നതുവരെ ഈ കെട്ടിടത്തിൽ പുതിയ നിർമ്മാണം സാധ്യമാകുമായിരുന്നില്ല. കേസ് പൂർത്തിയായ ഉടനെ തന്നെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ടെൻഡർ ക്ഷണിക്കുകയും ടെൻഡർ നടപടികൾ അതിന്റെ ഫൈനൽ ഘട്ടത്തിൽ എത്തുകയും ഈ പുതിയ കരാറുകാരനുമായി എഗ്രിമെന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നു വരുന്നത്. ഇതിനുള്ള പണം 169 കോടി രൂപ കിഫ്ബിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 169 കോടി രൂപയ്ക്ക് ഇത് പൂർത്തീകരിക്കുകയും അത്യാധുനിക എക്യുപ്മെന്റ്സ് ഇവിടെ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു സർക്കാരിന് ഈ കാലയളവിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വർഷങ്ങളായി കേസിൽ കുടുങ്ങി നിർമ്മാണം നിലച്ചുപോയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. കാസർഗോട്ടെ ജനങ്ങളെ തുടർന്നും ചേർത്ത് പിടിച്ചു തന്നെ മുന്നോട്ട് പോകും.